ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയാം. സെപ്റ്റംബർ മുതൽ തുടങ്ങിയതാണ് ഈ വിവാദങ്ങൾ. അന്ന് അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ വിവാദം പിന്നീട് സ്വർണ്ണപ്പാളിയിലെത്തി. ഇപ്പോൾ വീണ്ടും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചിലവുകളുടെ കാര്യത്തിലാണ് അടുത്ത വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വിഷയം തന്നെയാണ് കേരള സമൂഹം ചർച്ച ചെയ്യുന്നതും. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലം കൂടി ആയതോടുകൂടിയാണ് ഇത്രയധികം ശക്തമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല അവരുടെ ഏറ്റവും വലിയ വിഷയമായി ഉയർത്തിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അവസാനം അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചിലവുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അതായത് ശബരിമലയുടെ കരുതൽ ശേഖരമായി അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കരുതൽ ശേഖരമായി ഉണ്ടായിരുന്ന പൈസയിൽ നിന്നും ഏകദേശം 3 കോടിയോളം രൂപ അയ്യപ്പ സംഗമത്തിനായി ചിലവിട്ടുവെന്നും ആ പൈസ തിരിച്ച് അടച്ചില്ല എന്നുമായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നീട് രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തു. പ്രത്യേകിച്ച് കോൺഗ്രസ് അത് ആളിക്കത്തിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മന്ത്രിയും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അതായത് PS പ്രശാന്താണ് ആ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. കാരണം ശബരിമലയുടെ വികസനമായിരുന്നു മുഖ്യ ലക്ഷ്യം. ശബരിമല മാത്രമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകൾ കൂടി, അതായത് പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങി ശബരിമല വരെയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി പ്രായോജകരെ ശബരിമലയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെയായിരുന്നു ഇത്തരത്തിൽ ഒരു മഹാസംഗമം പമ്പയിൽ സംഘടിപ്പിച്ചത്. സംഘടിപ്പിക്കാൻ തീരുമാനിച്ച നാൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തു. ഇത് വലിയ ചർച്ചയാക്കി മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസും ഒപ്പം BJPയും മത്സരിക്കുന്നതും കേരളം കണ്ടതാണ്. പക്ഷേ ഇപ്പോഴിത് അവിടെ നിന്നെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 7 കോടിയിലധികം രൂപയാണ് അയ്യപ്പ സംഗമത്തിന് വേണ്ടി സംഘടിപ്പിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ പൊരുത്തക്കേടാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത്. അതിൽ പ്രത്യേകിച്ചും ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയത്, പന്തൽ പണിതത്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കാരണം അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച അന്ന് മുതൽ തന്നെ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്: എല്ലാ കാര്യങ്ങൾക്കും സുതാര്യത വേണം, മാത്രവുമല്ല കണക്കുകൾ വേണം എന്ന്. പക്ഷേ ആ കണക്കുകളിലാണ് ഇപ്പോൾ പിശക് സംഭവിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ചുമതലപ്പെടുത്തിയ ഓഡിറ്ററാണ് ഈ കണക്കുകളെല്ലാം തയ്യാറാക്കിയതും അത് ഹൈക്കോടതിക്ക് വേണ്ടി ശബരിമലയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയതും. ആ സ്പെഷ്യൽ കമ്മീഷണറാണ് അത് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. അതിലാണ് ഈ പൊരുത്തക്കേടുകളൊക്കെ. ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണത്തിന് ആളുകളെ ക്ഷണിച്ചതും അല്ലെങ്കിൽ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും അത് രാഷ്ട്രീയ കേരളം ഏറ്റുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക: ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ വികസനത്തിന് എപ്പോഴൊക്കെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സഹായങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായി ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടതാണ്. പ്രത്യേകിച്ചും ആ കൊടിമര നിർമ്മാണത്തിൻ്റെ സമയത്ത്, കൊടിമരം പുനഃപ്രതിഷ്ഠാ സമയത്തൊക്കെ തന്നെ ഒരു കമ്പനി ഒറ്റയ്ക്കായിരുന്നു സ്വർണം പൂശുന്നതിനാവശ്യമായ സ്വർണം വിദേശത്തുനിന്ന് പോലും എത്തിച്ചത്. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മഹാസംഗമത്തിൻ്റെ ആവശ്യകത എന്ത്? അതാണ് ഒരു ചോദ്യമായി ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ മഹാസംഗമത്തിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ ഒരു പിന്തുണ എന്നോണം NSSൻ്റെയും SNDPയുടെയും ഒക്കെ സഹായം അന്നത്തെ ആ മഹാസംഗമത്തിൽ ലഭിച്ചു എന്നുള്ളത് വലിയ തരത്തിൽ സന്തോഷമായിട്ടാണ് CPIMും ഒപ്പം തന്നെ സർക്കാരും മന്ത്രിസഭയും ഒക്കെ കണ്ടത്. പക്ഷേ അതിൽ നിന്നെല്ലാം വിരുദ്ധമായി കാര്യങ്ങൾ ഓരോ ദിവസവും മാറി മറിയുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ ശബരിമലയെയും അതിനോടനുബന്ധിച്ചുള്ള മേഖലകളെയും ഒക്കെ തന്നെ ശനി ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത്തരത്തിലൊരു ശനിയുടെ കാലത്തിലൂടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അത് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ എത്തിച്ചേരുന്നത്.
എന്തായാലും നിലവിലെ വിഷയം അത് ചെറുതല്ല. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പമ്പയിൽ വലിയ തരത്തിൽ ആഡംബരത്തോടു കൂടി നടത്തിയ മഹാസംഗമം, ആ സംഗമത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള സഹായങ്ങൾ ശബരിമലയുടെ വികസനത്തിന് ലഭിക്കാതെ പോകുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ചിലവായി വരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു കോണിൽ വലിയ തരത്തിൽ പുരോഗമിക്കുന്നു. പക്ഷേ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അത് വീണ്ടും കട്ടളപ്പാളിയിൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യവും പരിശോധന നടക്കുന്നു. ഇതിനിടയിലാണ് മഹാസംഗമവും അതിലെ കണക്കിലെ പൊരുത്തക്കേടും ഉയർന്നു പൊങ്ങുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ ഉന്നയിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാ കണക്കുകളും അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഒരു പൈസയും കൊടുക്കാനില്ല. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അതേ വാചകം തന്നെ അന്നുണ്ടായിരുന്ന പ്രസിഡന്റും പറയുന്നു, 3 കോടിയോളം രൂപ തിരിച്ചടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് എങ്ങനെയാണ് കോടതിക്ക് മുന്നിലെത്തിയിരിക്കുന്ന ഈ കണക്കുകളിൽ പിശക് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ഈ കണക്കുകളൊക്കെ ആരാണ് ഒത്തുനോക്കിയത്, കൂട്ടിയത്? ഇതെന്തിനു വേണ്ടി ഇത്രയും പിശകുകൾ സംഭവിച്ചു? ഇതെല്ലാം തന്നെ വലിയ തരത്തിൽ ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് മാത്രമാണ് ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ BJPയും എത്തും. കാരണം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJPയും എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. നിസ്സാര പ്രശ്നമായി ഈ കണക്കുകളിലെ പിശകിനെ കാണാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ, അതായത് ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളാകുന്നു, അതിലേക്ക് അടുക്കുന്നു. ആ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ശബരിമലയിലെ ഈ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ നീക്കവും. എന്തായാലും കോൺഗ്രസിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർത്തുവാൻ ഒരു വിവാദം കൂടി കിട്ടിയിരിക്കുന്നു, അതിലേക്ക് പിടിച്ചു തോന്നും. എന്നാൽ ഇതിനെ കൃത്യമായും മറുപടി നൽകുവാൻ, അതിന് കൃത്യമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുക തന്നെയാണ് ദേവസ്വം മന്ത്രിയും ഒപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമൊക്കെ. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതുകൊണ്ട് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ എന്ത് കിട്ടി എന്നുള്ള ചോദ്യം ഉത്തരം കിട്ടാതെ തന്നെ നിലനിൽക്കുകയുമാണ്.